പവർ ടീമിന് രണ്ടുപേരെയും വേറുള്ളവർക്ക് രണ്ടുപേരെയും നോമിനേറ്റ് ചെയ്യാം ജയിലിലേക്ക്. അങ്ങനെ 4 പേരെ വെച്ചിട്ട് ഒരു ടാസ്കിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇത്തവണത്തെ ജയില്. കാരണം 2 ചാലഞ്ച് ടാസ്കേ നടന്നിട്ടുള്ളൂ ഈ ഒരാഴ്ച. പവർ ടീം നോമിനേറ്റ് ചെയ്ത 2 പേരാണ് ജിൻഡോ, ഗബ്രി. സ്ട്രോങ് ആയിട്ടുള്ളവരെ നോമിനേറ്റ് ചെയ്യാതെ കളിക്കാതെ മാറി നിൽക്കുന്നവരെ നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടും പവർ ടീം പൊട്ടന്മാര് ഈ പരിപാടി കാണിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഏജന്റ് തിരുമണ്ടം കൊണാപ്പനെ ഇജാതി മണ്ടത്തരമാണ് വിളിച്ചു പറഞ്ഞത് നോമിനേഷന്റെ സമയത്ത്. അല്ല, ഇയാൾക്ക് കാലിന് വയ്യെങ്കിൽ ഇയാളെ മറ്റേ മെഡിക്കൽ റൂമിലോട്ട് എവിടെയെങ്കിലും പിടിച്ച് കിടത്ത്. ഇയാളെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്? ഒരു കാര്യമില്ല. ചിരിയും കൂടി വന്ന മനുഷ്യന്. ബിഗ് ബോസ് ഞങ്ങളോട് പറയാതെ പറഞ്ഞു സ്ട്രോങ് ആയിട്ടുള്ളവരെ നോമിനേറ്റ് ചെയ്യണം, അതുകൊണ്ട് ഞങ്ങൾ ജിൻഡോനെയും ഗബ്രിയെയും പറയുന്നു. പൊട്ടെന്ന് വെച്ചാൽ ഭൂലോക പൊട്ടൻ. ഇമാതിരി പൊട്ടത്തരം കാണിച്ച് ഏജന്റ് ഡിറ്റർജന്റ് ആവുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ആക്റ്റീവ് അല്ലാത്തവരെ പറയണമെന്ന് ആ മനുഷ്യൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഇവനൊക്കെ എവിടം കൊണ്ടാണ് കേൾക്കുന്നത്? ചെവി കൊണ്ടൊന്നും അല്ലേ കേൾക്കുന്നത്. എല്ലാ ആഴ്ചയും ഒരേ സെറ്റ് ഓഫ് ആളുകൾ തന്നെയാണ് മാറിയും മറിഞ്ഞും ജയിലിൽ വരുന്നത്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എന്തായാലും 4 പേരിൽ 2 പേര് ജിൻഡോയും ഗബ്രിയും ആണ്. പവർ ടീമിന്റെ ഒരു മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിഷേകും അപ്സരയുമാണ് ജയിലിൽ പോകാൻ നമ്മുടെ പവർ ടീം നോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം അവരാണ് ജയിലിൽ പോകാൻ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട്. ബിഗ് ബോസ് പറഞ്ഞതും കൂടി വെച്ച് നോക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പവർ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ അഭിഷേക്, അപ്സര എന്നിങ്ങനെ 2 പേരുകൾ സജസ്റ്റ് ചെയ്താണ്. അവരാണ് സത്യം പറഞ്ഞ ജയിലിൽ പോകേണ്ടത്. എന്തായാലും വേറുള്ള നോമിനേഷൻസ് നടക്കുവാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.